എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 29 ശ്ലോകം 36, 37, 38 3 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഗോപസ്ത്രീകളുടെ ഭഗവാൻ അവിടുന്ന് വ്രജത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള അവരുടെ ആ ദുഃഖം അവര് ഭഗവാന്റെ മുമ്പിൽ പ്രകടിപ്പിക്കണം. എല്ലാവരും നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. യർഹ്യംബുജാക്ഷ തവ പാദതലം രമായ ദത്തക്ഷണം ക്വചിദരണ്യജനപ്രിയസ്യ അസ്പ്രാക്ഷ്മ തൽപ്രഭൃതി നാന്യസമക്ഷമംഗ ധാതും ത്വയാഭിരവിതാവത പാരയാമ. ഞങ്ങളുടെ ആ താപാഗ്നി, വർദ്ധിച്ചു വരുന്ന താപാഗ്നി ഭഗവത് ധ്യാന നിമിത്തം ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആ ആനന്ദമാകുന്ന അമൃതവർഷം കൊണ്ട് മാത്രമേ ശമിക്കുള്ളൂ എന്ന് ഗോപസ്ത്രീകൾ പറഞ്ഞപ്പോ എന്നാ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആശ്രയിക്കുവിൻ, അവര് നിങ്ങളുടെ കാമാഗ്നി നശിപ്പിക്കും എന്നാണ് അങ്ങ് പറയുന്ന പക്ഷം. അതിന് മറുപടി പറയാം. ഹേ അംബുജാക്ഷ, ഹേ അഭിന്ന സ്വരൂപ, നിന്തിരുവടിയുടെ ഒരു കടാക്ഷം ഞങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ ഈ അനങ്കതാപം നശിക്കുള്ളൂ. ഞങ്ങളിൽ പരമസ്നേഹം നിന്തിരുവടിക്കുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങയോട് പറയാൻ പാടില്ലാത്തത് ഒന്നുമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഈ സംഗതി കേൾക്കണേ. മഹാലക്ഷ്മിക്ക് കൂടി ചിലപ്പോൾ മാത്രമേ അവിടുത്തെ പാദതല സേവ ചെയ്യാൻ സാധിക്കാറുള്ളൂ. അങ്ങനെ സിദ്ധിക്കുന്ന ദുർലഭമായ അവസരം മഹാലക്ഷ്മിക്ക് വളരെ ഉത്സവ സമാനമായ ആ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. കാട്ടിൽ വസിക്കുന്ന ജനങ്ങളായ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ ആ രമണീയമായ പാദപല്ലവ സ്പർശം സിദ്ധിക്കാൻ പ്രിയനായ നിന്തിരുവടി എപ്പോൾ ഞങ്ങളിൽ കടാക്ഷിച്ചുവോ അന്നു മുതൽ അങ്ങയാൽ ആനന്ദിപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ സമീപത്ത് ചെന്ന് നിൽക്കാൻ കൂടി സാധിക്കാതെ ആയിരിക്കണം. ഉത്തമ പുരുഷനായ അങ്ങയിൽ നിന്ന് സിദ്ധിച്ച സുഖം അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് പ്രാകൃത പുരുഷന്മാരിൽ നിന്ന് സിദ്ധിക്കാവുന്ന സുഖം ഇനിമേലെ സംതൃപ്തികരമായി ഭവിക്കില്ല. അതാണ് അവര് പറയണതിന്റെ അർത്ഥം. ഇനി വേറൊരാളുടെ അടുത്തുനിന്ന് ഈ സുഖം ഞങ്ങൾക്ക് വേണ്ട. പ്രാകൃത പുരുഷന്മാരിൽ അങ്ങയിൽ നിന്ന് ലഭിച്ച സുഖത്തിന്റെ ആ ആനന്ദം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പ്രാകൃത പുരുഷന്മാരിൽ നിന്ന് സിദ്ധിക്കാവുന്ന രതിസുഖത്തെ കാക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് ശ്വാക്കൾക്കും ഗോക്കൾക്കും സമാനമായിട്ടുള്ള സുഖാണ്. മൃഗപ്രായമായിരിക്കുന്ന ആ രതിലീലയിൽ ഇനിമേൽ ഞങ്ങൾക്ക് മോഹമില്ല. നിന്തിരുവടിയോടുള്ള ബന്ധനിമിത്തം ആ രതിസുഖം ഏറ്റവും തുച്ഛം എന്നുള്ള വിചാരം ഞങ്ങൾക്കുണ്ടായതുകൊണ്ട് പതികളോട് ചേരുവാൻ ഇനി ഞങ്ങൾക്ക് മോഹമില്ല. അവരെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നിന്തിരുവടിയും കൂടി ഉപേക്ഷിച്ചാൽ ഞങ്ങൾക്ക് രണ്ടും ഇല്ലാതെയായി. അത് മഹാസങ്കടമാണ്. അതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ എന്നാണ് അവര് പറഞ്ഞതിന്റെ സാരം. അതാണ് ഈ ഗോപസ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വിചാരം ഉണ്ടാവുമ്പോൾ ഭക്തിയുടെ പുറപ്പാട്. അത്രയും ഭക്തിയാണ് അവർക്ക്. ശരീര സംബന്ധ നിമിത്തം തൽക്കാലം സിദ്ധിക്കുന്ന ആ രത്യാദി സുഖങ്ങള് കാക്ഷിക്കാതിരിക്കണം. തന്നിൽ തന്നെ ഇരിക്കുന്ന ശാശ്വത സുഖം ഈശ്വരാനുഗ്രഹത്താൽ സിദ്ധിക്കണം. അത് ആഗ്രഹിക്കുന്നവര് പതിപുത്ര ഗൃഹ ധാന്യാദികളിൽ ഉറച്ചിരിക്കുന്ന ഹൃദയത്തെ അതിൽ നിന്ന് വിടർത്തി ഇപ്പോ ഗോപസ്ത്രീകള് ഭഗവാനിൽ നിർത്തിയിരിക്കുന്ന മാതിരി, എന്നാൽ വിഷയേന്ദ്രിയ സംയോഗം കൂടാതെ തന്നെ തന്റെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്ന പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഒരിക്കൽ അത് അനുഭവിച്ച പിന്നെ ആ രതിസുഖങ്ങളിൽ നിന്ന് സിദ്ധിക്കുന്ന സുഖം എത്രയും തുച്ഛമാണ് എന്ന് മനസ്സിലാവും. അപ്പോ ആ കാര്യത്തിൽ പിന്നെ ലേശവും ആഗ്രഹം ജനിക്കില്ല. ശ്രീയൽ പദാംബുജരജശ്ചഗമേ തുളസ്യാ ലബ്ധ്വാപി വക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാ സ്വവീക്ഷ
ക്ഷണകൃതേന്യസുരപ്രയാസ തത്തദ്വയം ച തവ പാദരജ പ്രപന്ന. ഞങ്ങള് ഈ വിധം നിന്തിരുവടിയുടെ പാദാംബുജത്തെ ആശ്രയിക്കുന്നത് അതിനുള്ള സൗഭാഗ്യാതിശയം നിമിത്തമാണ് എന്ന് ലക്ഷ്മി ദേവിയെ ദൃഷ്ടാന്തമായി കാണിച്ചു പറയാണ് ഗോപസ്ത്രീകൾ. ബ്രഹ്മാദി ദേവന്മാർ മഹാലക്ഷ്മിയുടെ കടാക്ഷം ലഭിക്കാൻ ആഗ്രഹിച്ചും കൊണ്ട് കഠിന തപസ് ചെയ്ത് ബുദ്ധിമുട്ടുന്നു. ആ മഹാലക്ഷ്മി നിന്തിരുവടിയുടെ മാറിടത്തിൽ എപ്പോഴും വസിക്കുന്നു. സകല ഭൃത്യന്മാരും ആശ്രയിക്കുന്ന നിന്തിരുവടിയുടെ പാദരജസ്സിനെ ആശ്രയിച്ച് തുളസിയും വസിക്കുന്നു. വക്ഷസ്ഥലത്തിൽ ഇരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ലക്ഷ്മി അതുകൊണ്ടും തൃപ്തിപ്പെടാതെ നിന്തിരുവടിയുടെ പാദരജസ്സിനെ തുളസിയോടുകൂടി ചേർന്ന് ആശ്രയിച്ച് പാദത്തിൽ വസിക്കുന്നു. അത്രമാത്രം സൗഭാഗ്യം തികഞ്ഞിരിക്കുന്ന അങ്ങയുടെ പാദരജസ്സിനെ ഞങ്ങൾ സർവാത്മന ശരണം പ്രാപിച്ചിരിക്കുന്നു. ഈ ശ്ലോകം കൊണ്ട് ഭഗവാന്റെ ഐശ്വര്യ മഹിമ വർണ്ണിച്ചിരിക്കുകയാണ്. ബ്രഹ്മപട്ടം ഏറ്റവും മഹത്തായ സ്ഥാനം, അതിനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, കാക്ഷിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇന്ദ്രാദി സ്ഥാനങ്ങളും. എന്നാൽ ഇവർക്കെല്ലാം ഐശ്വര്യം നൽകുന്നത് മഹാലക്ഷ്മിയാകുന്നു. അതുകൊണ്ട് അവര് ലക്ഷ്മി പ്രസാദത്തിനായിട്ട് കഠിന തപസ് ചെയ്യുന്നു. ആ മഹാലക്ഷ്മി ഭഗവാന്റെ മാറിലിരിക്കുന്നു. തുളസി ഭഗവാന്റെ പാദത്തിലിരിക്കുന്നു. ഭഗവാന് തുളസിയും ലക്ഷ്മിയും രണ്ട് ഭാര്യമാര്, രണ്ടുപേർക്കും രണ്ട് സ്ഥാനം അനുവദിച്ചു കൊടുത്തു. ലക്ഷ്മി തന്റെ സ്ഥാനമായ വക്ഷസ്സിലിരിക്കുമ്പോൾ തുളസിയുടെ സ്ഥാനമായ പാദതലം കൂടി തനിക്ക് സിദ്ധിക്കണം എന്നുള്ള മോഹം കൊണ്ട് സപത്നിയോടൊരുമിച്ച് പാദത്തിൽ വസിക്കുന്നു. ഇങ്ങനെ സർവ ഐശ്വര്യ സ്വരൂപിണിയായ മഹാലക്ഷ്മിയും കൂടി ദാസ്യത്തെ ആഗ്രഹിക്കുന്നു. ആ മഹാപ്രഭുവിനെ ആശ്രയിച്ചല്ലാതെ ഐശ്വര്യപൂർത്തി ഉണ്ടാവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹേ മഹാപ്രഭോ, നിന്തിരുവടിയുടെ പാദദാസ്യം ഞങ്ങൾക്ക് നൽകണേ എന്നാണ് ആ ഗോപികളുടെ പ്രാർത്ഥന. ജ്ഞാനം ഉദിച്ചിരിക്കുന്ന ജ്ഞാനാദികളായ ഐശ്വര്യങ്ങള് ആഗ്രഹിക്കുന്നവര് എല്ലാവരും ശ്രീ മഹാലക്ഷ്മി പ്രാണനാഥനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദരജസ്സിനെ തന്നെ ആശ്രയിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം. പ്രസീദ വൃജിനാർദന തേ അംഘ്രിമൂലം പ്രാപ്താ വിസൃജ്യ വസതിസ്ത്വദുപാസനാശാഃ ത്വൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമതപ്താത്മനാം പുരുഷഭൂഷണ ഏഹി ദാസ്യം. മഹാലക്ഷ്മി കൂടി നിന്തിരുവടിയുടെ പാദദാസ്യം ആഗ്രഹിക്കുന്നത് കൊണ്ട് സ്ത്രീകളായ ഞങ്ങൾക്കും ഉചിതമായിരിക്കുന്ന നിന്തിരുവടിയുടെ പാദശുശ്രൂഷണ രൂപമായ ദാസ്യം നൽകാൻ ഞങ്ങളിൽ പ്രസാദിക്കണേ. സകല സന്താപങ്ങളും സംഹരിച്ച് അനുഗ്രഹിക്കുന്ന ഹേ പുരുഷഭൂഷണ, നിന്തിരുവടിയുടെ പാദസേവയിൽ ഉത്സുകളായിരിക്കുന്ന ഞങ്ങൾ അതിന് വിഘ്നഭൂതങ്ങളായ ഭർത്തൃപുത്രാദി ആ ഗൃഹങ്ങളെയെല്ലാം തീരെ ഉപേക്ഷിച്ച് മഹർഷിമാരെന്ന പോലെ നിന്തിരുവടിയുടെ പാദ സമീപത്തിൽ ഇതാ വന്നിരിക്കുന്നു. അങ്ങയുടെ സൗന്ദര്യനിധാനമായ മന്ദഹാസത്തോട് ചേർന്നിരിക്കുന്ന കടക്കണ്ണോട്ടത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ കാമാഗ്നി അത്യന്തം ജ്വലിച്ചിരിക്കുന്നു. ഹേ സൗന്ദര്യ സമുദ്രമേ, സൗന്ദര്യധാമമേ, അങ്ങയുടെ ദാസ്യം നൽകി അനുഗ്രഹിക്കണം. കേണ അപേക്ഷിക്കണം ഗോപസ്ത്രീകൾ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.